ടെൻഷനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ? ടെൻഷന് ഗുളി കൊടുക്കും പറയില്ലല്ലേ? അതല്ല, വേറെ ആൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. കൈകൊണ്ട് ആണിയും കാണിക്കണേ ആരും ഇല്ലാത്തോലെന്നാണ് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ മാനസിക ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടോളിട്ടോ, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ ദർദാ റളിയല്ലാഹുവിന്റെ ഭാര്യ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു വഅള് ഭർത്താവ് ഭാര്യക്ക് പറഞ്ഞു കൊടുത്താ വീട്ടിൽ പോയിട്ട്. നമ്മൾ പറയില്ലോ ഇപ്പൊ നിങ്ങള് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുക. അത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളെ വാദം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം. അതിപ്പോ എന്നോട് മദീനത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, സാറേ എന്റെ മോളെ ബർത്ത്ഡേ ഇന്ന് കഴിഞ്ഞ ആഴ്ച, അവള് ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ നൗഷാദ് ബാക്കി പുസ്തകന്റെ ഒരു വയലുണ്ട്, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല, അതാണ് കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എനിക്ക് എന്തെങ്കിലും അവകാശം പിടിച്ചു പറ്റണം തോന്നുമ്പോ അതൊക്കെ വയലിന്ന് കട്ട് ചെയ്തെടുത്തിട്ട്, എന്നാൽ അവൾക്ക് കൊടുക്കേണ്ട വല്ല അവകാശം നമ്മളുടേത് ഉണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ് ഉമ്മു ദർദാഇന്, പ്രിയപ്പെട്ടവളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല, ഇത് നിങ്ങളും കേൾക്കണ്ടേ. ആരാ ഉമ്മു ദർദാ? അബൂ ദർദാനെ കുറിച്ച് ഉമ്മു ദർദാ ഒരിക്കൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ പരാതി? എന്നറിയോ? അബൂ ദർദാ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ നിസ്കരിക്കും, പകൽ മുഴുവനും നോമ്പാണ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലാണ് ആ പരാതി വന്നത്. അത് ഇവിടെ പറയൽ നല്ലതാന്ന് തോന്നി. കാരണം എന്താണ്? നിങ്ങൾ ഗൾഫുകാരായിട്ട് ബന്ധപ്പെട്ട പരാതിയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, എന്റെ വിഷയം തീർന്നില്ല. നിങ്ങളുടെ ഗൾഫുമാരുമായി ബന്ധപ്പെട്ട പരാതിയാണ്. എന്താ? ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്, ഉമർ തങ്ങളെ, എന്റെ ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കരിക്കും, പകൽ മുഴുവൻ നോമ്പ് നോൽക്കും. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപാടെ പറഞ്ഞു, ഔ നിഅമ സൗജുക്കി, എന്റെ പുതിയാപ്പിളെ, എന്തൊരു നല്ല പുതിയാപ്പിളേടി. പെണ്ണിന് മനസ്സിലായി, ഉമർ തങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഉടനെ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഇന്ന സൗജി യഖൂമുൽ ലൈൽ വയസുമുൻ നഹാർ. എന്റെ ഭർത്താവ് രാവ് മുഴുവൻ നിസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പ് നോൽക്കുകയും ചെയ്യും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമ സൗജുക്ക്, എന്റെ പുതിയാപ്പിളെ, എന്തൊരു നല്ല പുതിയാപ്പിളേടി. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്, നാണം കൊണ്ട് നേരെ പറയാൻ മടിയായിട്ടേ. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല. സാധു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി എന്താ വെച്ചാൽ അതാ വർത്താനം നേരെ പറയണത്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അടുത്ത് നിൽക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ പിന്നെയും പറഞ്ഞു, ഉമ്മു ദർദാ, മഹാനവറുകളെ, എന്റെ ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കാരം, പകൽ മുഴുവൻ നോമ്പുമാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇതന്നെ പറഞ്ഞപ്പോ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ തങ്ങളെ, ആ പെണ്ണ് പറഞ്ഞത് അങ്ങനല്ല, ആ പെണ്ണ് ഭർത്താവിനെ കുറിച്ച് പരാതിപ്പെടുകയാണ്. പരാതിപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പരാതി? ഭർത്താവിന് എനിക്ക് കിട്ടില്ല എന്ന് പരാതിപ്പെടുകയാണ്. അതാണ് രാത്രി മുഴുവൻ നിസ്കരിക്കും, പകൽ മുഴുവൻ നോമ്പ് നോൽക്കാണെന്ന് പറഞ്ഞ്. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കമാ ഫഹിംത കലാമഹ, ആ പെണ്ണിന്റെ വർത്താനം മനസ്സിലായത് നിങ്ങൾക്കാണല്ലോ, ഫഖ്ലി ബൈനഹുമാ, അതുകൊണ്ട് നിങ്ങൾ തന്നെ അവർക്കിടയിലുള്ള പ്രശ്നം ഒന്ന് പരിഹരിക്കുന്ന. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭർത്താവിനെ കൊണ്ടുവരണം. ഭർത്താവിനെ കൊണ്ടുവന്നോ? ഭർത്താവിനോട് പറഞ്ഞു, ഈ പെണ്ണ് നിന്റെ കാര്യത്തിൽ പരാതിപ്പെടുന്നുണ്ട്. ഉടനെ തന്നെ ആ ഭർത്താവ് ചോദിച്ചാൽ എന്താ അറിയോ? ചില ഗൾഫാരൊക്കെ നാട്ടിൽ വന്നാൽ ചോദിക്കണമായിരിക്കാം. എന്താ ചോദിച്ചേ? വല്ല തിന്നണ കാര്യത്തിലോ കുടിക്കണ കാര്യത്തിലോ വസ്ത്രത്തിന്റെ കാര്യത്തിലേറ്റാണോ എന്ന് ചോദിച്ചു. അതാണ് ചോദിച്ചത് കഅബ് റളിയല്ലാഹു അൻഹുവിനോട്. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പാനീയത്തിന്റെയും കാര്യത്തിലല്ല, നിങ്ങൾ അവരുടെ കൂടെ തീരെ ഉണ്ടാകുന്നില്ല എന്നാണ് അവരുടെ പരാതി എന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ച കഅബ് റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയോട് പറഞ്ഞു. സ്വഹാബിയോട് പറഞ്ഞപാട് ഈ സ്വഹാബി അങ്ങ് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളാണ് രാത്രി ഉറങ്ങാതിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ വചനങ്ങളൊക്കെ കേട്ടപ്പോൾ നിന്റെ ഉറക്ക് പോയി, പിന്നെ ഭാര്യയും കുട്ടികളൊന്നും ചിന്തയില്ലാതായി പോയി. അതുകൊണ്ട് ഞാൻ മഹ്ശറിൽ എങ്ങനെ രക്ഷപ്പെടേണ്ടെന്ന് കരുതിയിട്ട് രാത്രി ഞാൻ നിസ്കാരത്തിലായി പോകുന്നതാണ്, പകൽ ഞാൻ നോമ്പ് നോറ്റു പോകുന്നതാണ്. അപ്പോഴാണ് കഅബ് റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞത്. അതിന് കുഴപ്പമില്ല, ഒരാൾക്ക് എത്ര കല്യാണം കഴിക്കാം? നിങ്ങളൊന്നും ഉണ്ടാത്ത, നിങ്ങൾ അധികം ആളുകളെയും ഭാര്യമാര് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറഞ്ഞോളൂ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ബേക്കലുള്ളിൽ കേൾക്കൂല, മറയുണ്ട് അവിടെ, കാണൂല. ആരാ പറഞ്ഞോന്നൊന്നും. 4 വിവാഹം കഴിക്കാം കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോ 4-ൽ ഒരു ദിവസം നിങ്ങളുടെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ഇതിനർത്ഥം.
3 ദിവസവും നിങ്ങൾ നിസ്കരിച്ചോളൂ, നോമ്പ് നോറ്റോളൂ. 4-ാം ദിവസം നിങ്ങൾ ഓരോ 4 കൂടുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തുണ്ടാകണമെന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഞാനിത് പറയുമ്പോഴും ഞാൻ പറയാൻ യോഗ്യനാണോ നിങ്ങൾക്കറിയില്ല, പക്ഷെ നിങ്ങളെ മുമ്പിൽ പറയുമ്പോൾ യോഗ്യനാ നിങ്ങൾക്കറിയാം. കാരണം ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ വീട്ടിലെത്തും. അതുകൊണ്ട് പറഞ്ഞ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിലെത്താൻ കഴിയും എന്നതുകൊണ്ട് പറഞ്ഞതാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞെന്താണ്? ഞാൻ പറഞ്ഞത് അപ്പോ അബൂദർദാ ഉമർ ദർദാന് ടെൻഷൻ ഉണ്ടെന്ന് ആർക്കറിയാം? അബൂദർദാ റളിയല്ലാഹു അൻഹു അറിയാം. അതുകൊണ്ട് അബൂദർദാ ഒരു ദിവസം പള്ളിയിൽ നടന്ന വയല് പോയി പറഞ്ഞു കൊടുക്കുകയാണ്. ഉമ്മു ദർദാഇനോട് പറഞ്ഞു, ഉമ്മു ദർദാഏ ഇദാ അസ്ബഹ, പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല ഇദാ അസ്ബഹ വ അംസ, രാവിലെയും വൈകുന്നേരവും ഒരാൾ ഇനി പറയുന്ന ഈ വാക്കു പറഞ്ഞാൽ, ഖൈ പറഞ്ഞിട്ട് പറഞ്ഞാൽ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല, അലൈഹി തവക്കൽതു, എന്റെ എല്ലാ കാര്യവും ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ അത്യുന്നതനായ അർശിന്റെ ഉടമസ്ഥനാണ്. ഈ ദിക്ർ ഒരാള് രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ എത്ര തവണ? 7 മർറാത്തിൻ, 7 തവണ ചൊല്ലിയാൽ കഫാഹുല്ലാഹു മാ അഹമ്മ, അയാൾക്ക് എന്ത് കാര്യത്തിലാണോ ടെൻഷൻ ഉള്ളത് ആ ടെൻഷൻ അല്ലാഹു നീക്കിത്തരുമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളട്ടെ മറ്റൊന്ന്, അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു, നമ്മളെ വിഷയം തീരൂല, അതുകൊണ്ട് ഞാൻ 1-2 കാര്യം പറഞ്ഞിട്ട് നമ്മൾ ദ്വാരന്നിട്ട് ഇൻഷാ അല്ലാഹ് വേഗം പിരിയാണ്. അല്ലാഹു സുബ്ഹാനഹു ഇനി കുറേ ഉണ്ട് പറയാൻ, ഭയങ്കരമായൊരു വിഷയമാണ്. നമ്മുടെ ഖൽബിൽ ഉറപ്പിക്കേണ്ട ചില കാര്യങ്ങളാണിത്. നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞ പുണ്യനബിയിൽ വിശ്വസിക്കാണ്. പിന്നെ എന്ത് ചെയ്യണം? റസൂലുള്ള പറഞ്ഞ മുഴുവനും വിശ്വസിക്കണം. അതിനാ വിശ്വാസം എന്ന് പറയാ. വിശ്വാസം ഹാഫ് ആവരുത്, പൗതി എവിടെയും പൗതി ഇവിടെയും. അതോ മംഗലാപുരത്ത് വരെ പോയിട്ട് ശരിയാവാത്ത കാര്യം അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് ശരിയാവാം? നിന്റെ വിശ്വാസം പൂർണ്ണല്ല. അത് എറണാകുളത്തുള്ള വലിയ ഡോക്ടർ വരെ നോക്കി കൈയൊഴിഞ്ഞതാണ്. കൈയൊഴിഞ്ഞത് സുഖപ്പെടുത്താൻ കഴിയുമെന്നല്ലേ അല്ലാഹു അയ്യൂബ് അലൈഹിസ്സലാമിലൂടെ പഠിപ്പിച്ചത്? ഡോക്ടർ പറഞ്ഞു കുട്ടികൾ ഉണ്ടാവില്ല, എല്ലാ ടെസ്റ്റും നടത്തിയ സാറേ. ഇനിയിപ്പോ ഞാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോ എന്നോട് അങ്ങനെ പറഞ്ഞു. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അയാളിനോട് പറയാം, സാറേ എനിക്ക് 62 വയസ്സായി, കുട്ടികൾ ഉണ്ടായിട്ടില്ല, അതിന് നിങ്ങൾ ദ്വാരക്കണ്ട, കാരണം എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല, 62 വയസ്സായി. നിങ്ങൾ ഇനി ദ്വാരക്കേണ്ടത് ഈമാൻ കിട്ടി മരിക്കാനും പറയരുതേ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് പ്രായമായി ജീവിതത്തിന്റെ സായം സന്ധിയിൽ പൊന്നമോനെ കൊടുത്തിട്ട് ഇബ്രാഹിം നബി പോലും ചോദിച്ചു പോയി റബ്ബിനോട്, പഠിച്ചോനെ എനിക്ക് കുട്ടികളോ? അപ്പൊ അള്ളാഹു പറഞ്ഞതെന്താ? അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക എന്നാണ് അങ്ങനെ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ സദസ്സ് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. കേട്ടോളൂ, വളരെ നിധിയായി മറ്റൊരു ഹദീസ്, നിങ്ങൾക്കൊക്കെ ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി പറഞ്ഞു, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈല, എല്ലാ ദിവസത്തിന്റെയും രാവിലെയും എല്ലാ രാത്രിയുടെ തുടക്കത്തിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ, ഇങ്ങനെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് 3 തവണ ഒരാൾ പറഞ്ഞാൽ ഇതിലുണ്ടെന്ന് അറിയാം. നമ്മളെ വീട്ടിലെ ഉമ്മാരൊക്കെ രാത്രി എന്ന് ചെല്ലുന്ന ഒരു ഏടില്ല ദിക്കറിന്റെ, അതിലുണ്ട് ദിക്കർ 3 തവണ. അതുകൊണ്ട് ഓൽക്കൊരു ടെൻഷനും ഇല്ല. ഉണ്ടായിരുന്നോ? നിങ്ങൾ മിണ്ടില്ല, ഓൽക്ക് ടെൻഷൻ ഉണ്ടായോ? ഇല്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ എന്നത് എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹ് നിശ്ചയിച്ച ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. അല്ലാഹ് തീരുമാനിച്ച സെക്കൻഡ് ഒരു നേരത്തെ നീ മരിക്കുകയുമില്ല. പിന്നെ ഞങ്ങൾ എല്ലാ രോഗങ്ങളെയും ഞങ്ങൾ അടക്കി വാണുവെന്ന് എങ്ങനെ പറയാൻ? ലോകത്തിൽ നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ 5-5.5 അടി പൊക്കമുള്ള മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ, ശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? നിങ്ങൾ മിണ്ടില്ല, എത്ര കൊല്ലായി?
ആയിരക്കണക്കിന് കൊല്ലമായി മനുഷ്യനെന്ന് ഉണ്ടായി. അന്ന് മുതലേ മനുഷ്യനെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് ഈ 5 അടി പൊക്കമുള്ള മനുഷ്യനെ കുറിച്ച് ഇത്ര ആയിരക്കണക്കിന് കൊല്ലം പഠിച്ചിട്ട് തീർന്നിട്ടില്ല. അവസാനം പോലെ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ. മനുഷ്യൻ അവസാനമാണ് ദൈവത്തോട് പറയാൻ പറഞ്ഞത്. അള്ളാഹു പറയാനല്ല, നിങ്ങൾ ആദ്യമേ അള്ളാഹുവിനോട് പറഞ്ഞോളൂ. ഹസ്ബി അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങൾക്കൊരു ടെൻഷനും പിടിപെടില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാ. പുണ്യനബി പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നൊരാൾ 3 മററാത്തിൻ 3 തവണ ചൊല്ലിയാൽ ഫയദുറഹു ശൈഉൻ അയാളെ വല്ലതും ബുദ്ധിമുട്ടിക്കുക എന്നത് ഉണ്ടാവില്ല എന്ന് പുണ്യനബി. ഉറക്കെ ചൊല്ലി സ്വലാത്ത് ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. പുണ്യനബി നമ്മുടെ കൽബിലേക്ക് ഇത് നിങ്ങൾക്ക് ആക്കോട് ഇസ്ലാമിക് സെന്ററിന്റെ ഒരു കമ്മിറ്റി ജിദ്ദയിൽ സ്ഥാപിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്ന ദിക്റാണ്. എല്ലാവരും ഒന്ന് ചൊല്ലിയാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ പകർച്ചവ്യാധികൾ പറന്നു പിടിച്ചൊന്നാണ്. ഓരോ കൊല്ലം ഓരോ പനിയാണോ അല്ലേ? ഞാൻ ഈ കുത്തിവെക്കണം ഒരു ഡോക്ടറോട്, ഞാൻ ഫാമിലി ഡോക്ടറെ വെച്ച് കുത്തിവെക്കണം. അപ്പൊ അയാൾ എന്നോട് എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല സാറേ ഇതിനെ പറ്റി, ഞാനിപ്പോ ഒരു അങ്കലാപ്പിലാണ് മൂപ്പരനോട്. പിന്നെ ഞാൻ ചോദിച്ചു, സാറേ ഓരോ കൊല്ലം ഇങ്ങനെ ഓരോ പുതിയ പനി വരുമ്പോ ഓരോ പനിക്കും കുത്തിവെക്കേണ്ടി വരില്ല, അതൊരു ചോദ്യമാണെന്നല്ലോ. ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചു. ഒരു രക്തത്തിലേക്ക് ഏതെല്ലാം രോഗത്തിന്റെ മരുന്നുകളാണ് ഏതെല്ലാം രോഗത്തിന്റെ മരുന്നുകളാ കയറ്റിവിടേണ്ടത് സാറേ ചോദിച്ചപ്പോ എന്നോട് അതൊരു ചോദ്യമാണ്, അതിന് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. ഓരോ കൊല്ലം ഒരു പണി. തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് വയലിന് വേണ്ടി ചെന്നൊരു വീട്ടിൽ ചെറിയ നമ്മളെ സുഹൃത്താണ്. എന്നോടൊപ്പം പറഞ്ഞു, ഭാര്യ പടില്ല, ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യോ, ചായ കാച്ചാൻ എനിക്ക് അറിയില്ല, ഓള് വന്നിട്ട് നമുക്ക് കാച്ചു കുടിച്ചാൽ പോരുന്നു. ഞാൻ പറഞ്ഞു, ഒന്നും പ്രശ്നമില്ലാന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ഭാര്യ ഇങ്ങോട്ട് പോയപ്പോ എന്നോട് കുട്ടികളായിട്ട് ജപ്പാൻ ജ്വരത്തിനെതിരെ കുത്തിവെക്കാൻ പോയതാണ്. ജപ്പാൻ ജ്വരം, പക്ഷിപ്പനി, പന്നിപ്പനിയെ കുറിച്ച് കോഴിക്കോട് നിന്ന് ഡോക്ടർ പറഞ്ഞത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഹജ്ജ് ക്ലാസിന് വേണ്ടി ആ കൊല്ലം പന്നിപ്പനിക്കെതിരെ കുത്തിവെച്ചിട്ട് അധികം ആൾക്കാരും വന്നത്. അയാളെ ഹജ്ജുമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാം, ഈ പന്നിപ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യന് വരേണ്ട പനിയല്ല, പന്നിക്ക് വരേണ്ട പനിയാണ്. പന്നിക്ക് കുറെ കാലമായി പനിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ പന്നിയുടെ ശരീരത്തിലുള്ള രോഗാണുക്കൾ മനുഷ്യന്റെ ശരീരത്തിൽ കയറാറുണ്ടായിരുന്നില്ല. കാരണം പഴയ കാലത്തൊക്കെ മനുഷ്യന്മാരായിരുന്നു. ഇപ്പം മനുഷ്യനൊക്കെ പന്നിയായതുകൊണ്ട് പന്നിയുടെ ശരീരത്തിലുള്ള രോഗാണുക്കളൊക്കെ പന്നിയാകുന്ന മനുഷ്യന്റെ ശരീരത്തിൽ കയറിയതാണ്. ഞാൻ ആ ഡോക്ടർ, അയാൾ വയനാട്ടിലെ ആദ്യത്തെ ഡോക്ടർ, ഗവൺമെന്റ് നിശ്ചയിച്ച ആദ്യത്തെ ഡോക്ടറാണ് എന്ന് അയാൾ പറഞ്ഞു. ഞാൻ ആരാന്ന് പോയി അന്വേഷിച്ച അയാൾ സ്വീപ്പാക്കണ്ടേ? അയാൾ പറഞ്ഞതാണ്, ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തൊക്കെ പനിയാ? ഇപ്പൊ ഡിഫ്തീരിയ, ഓരോ പേരുകളാണ്. ശ്രദ്ധിക്കണേ, നമ്മളമ്മമാര് ആ പഴയ ഏടെടുത്ത് ഊതണ ആ കാലത്തെ ഇതൊന്നുമില്ലേന്നു. ബിസ്മില്ലാഹില്ലദീ നമ്മൾ എന്ത് പറഞ്ഞു? അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞപ്പോ ഓലത് മടക്കി വെച്ചിട്ട് പിന്നെ മീരാ ജാസ്മിനെ കാണാനിരുന്നു. പിന്നെ മീരാ ജാസ്മിന്റെ കമന്റുകളാണ് അവരുടെ ചുണ്ടിലുള്ളത്. പുണ്യനബിയുടെ കമന്റുകൾ അവർ മാറ്റിവെച്ചില്ലേ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നൊരാൾ രാവിലെയും വൈകുന്നേരവും 3 വട്ടം ചൊല്ലിയാൽ അയാൾ ഒന്നും പിടിപെടില്ല എന്ന് മഹാനായ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു.